തനതു വരുമാനത്തിൻ്റെയോ കേന്ദ്ര വരുമാനത്തിൻ്റെയോ ഏതെങ്കിലും തരത്തിലുള്ള വരുമാനത്തിൻ്റെ സ്രോതസ്സുകൾ പറയാതെ ഒരു പടക്കക്കടയിൽ പൊട്ടിക്കുന്ന പോലുള്ള കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ്. യാഥാർത്ഥ്യ ബോധവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറേ പ്രഖ്യാപനങ്ങളാണ് ഇന്ന് ബഡ്ജറ്റിൽ നടത്തിയിരിക്കുന്നത്. ഇതാരുടെ മാജിക്കാണെന്നറിയില്ല. വോട്ട് കിട്ടാൻ കൊള്ളാം, പക്ഷേ ജനങ്ങളെ പറ്റിക്കാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ലൈഫ് മിഷന് 1497 കോടി രൂപ ലൈഫ് മിഷന് വെച്ചിട്ടുണ്ട്. 1000 കോടി രൂപ തൊഴിലുറപ്പിന് വെച്ചിട്ടുണ്ട്. തൊഴിലുറപ്പിന് 1000 കോടി രൂപ വെച്ചു എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്കൊന്നും 1000 കോടി രൂപ വെച്ചില്ലേ, നമ്മളെ ശമ്പളം ഇപ്പോൾ കൂട്ടുവന്നു. 1000 കോടി രൂപ വെച്ചെന്തെന്ന് വെച്ചാൽ 40% തുക ഇപ്പം സ്റ്റേറ്റ് എടുക്കണം, 60% കേന്ദ്രം തരുവുള്ളൂ ഇനി. അപ്പോൾ അതിന് പൈസ വെച്ചാൽ മാത്രമേ ഈ തൊഴിലുറപ്പ് മുമ്പോട്ട് പോവുള്ളൂ. അതുകൊണ്ടാണ് അതിന് പൈസ വെച്ചത്. അങ്ങ് വെച്ചില്ലെങ്കിൽ പദ്ധതി മുമ്പോട്ട് പോകത്തില്ല. പിന്നെ ഓരോ കിടപ്പ് രോഗികളെ ചികിത്സിക്കുന്നവർക്കുള്ള പ്രതിമാസ സഹായം 1000 രൂപയാക്കി, 600 രൂപ എന്നുള്ളത് 1000 രൂപയാക്കി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് 484.87 കോടി രൂപ. അംഗനവാടികൾക്ക് പിന്നെ പ്രവൃത്തി ദിവസവും പാലും മുട്ടയും കൊടുക്കാൻ 80 കോടി രൂപ. വയോമിത്രം വാതിൽപ്പടി സേവനത്തിന് 227 കോടി രൂപ. വയോജന കമ്മീഷൻ പ്രവർത്തനങ്ങൾക്ക് 90 ലക്ഷം രൂപ, 50 ലക്ഷം രൂപ. ജില്ലാ ആശുപത്രികൾക്ക് ക്ലിനിക്കുകൾക്ക് 3 കോടി രൂപ. ഇങ്ങനെ തുടങ്ങി പുതിയ മെഡിക്കൽ കോളേജ് പ്രവർത്തന സജ്ജമാക്കാൻ 57 കോടി രൂപ. പ്രീ പ്രൈമറി അധ്യാപകർക്ക് 1000 രൂപ കൂട്ടി. പാചക തൊഴിലാളികൾക്ക് ദിവസക്കൂലി 25 രൂപ കൂട്ടി. അപ്പോൾ 210 ദിവസം 250, 500, 700 രൂപ അവർക്ക് കിട്ടും. കണ്ണൂരിൽ പെരളശ്ശേരിയിൽ മാനവീയ മോഡൽ സാംസ്കാരിക ഇടനാഴി ഉണ്ടാക്കാനുള്ള പൈസ. അതുപോലെ തന്നെ തളിപ്പറമ്പിൽ മൃഗശാലയ്ക്ക് പൈസ അനുവദിച്ചു. പത്രപ്രവർത്തകർക്ക് പൈസ കൂട്ടിയിട്ടുണ്ട്, പെൻഷൻ കൂട്ടിയിട്ടുണ്ട്. കാരണം അവരെ ഒന്ന് കയ്യിലെടുക്കേണ്ടതുണ്ട്, ഇലക്ഷൻ സമയത്ത് അവരെ കയ്യിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ പെൻഷൻ 1500 രൂപ കൂട്ടി 13000 രൂപയാക്കി ഇപ്പോൾ പെൻഷൻ. ഉന്നത വിദ്യാഭ്യാസത്തിന് 854 കോടി രൂപ വെച്ചു. സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോമിന് 150 കോടി രൂപ വെച്ചിട്ടുണ്ട്. ലൈബ്രറിയന്മാർക്ക് 1000 രൂപ കൂട്ടി. എല്ലാവർക്കും 1000 രൂപ കൂട്ടുന്നത്. അപ്പോൾ മനസ്സിലാവാത്തത്, ഈ സ്കീം തൊഴിലാളികൾക്ക് 21,000 രൂപ കൂട്ടി കൊടുക്കും. 21,700 രൂപ വെച്ച് 21,000 കൊടുക്കാതെ പ്രകടന പത്രികയിൽ പറഞ്ഞത് എവിടെ? അത് ചോദ്യമുണ്ട്, വളരെ വലിയൊരു ചോദ്യമാണുള്ളത്. വിനോദസഞ്ചാരത്തിന് ഉത്തരവാദ ടൂറിസത്തിന് 20 രൂപ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് 159 കോടി രൂപ. റോഡ് സുരക്ഷയ്ക്ക് 23 കോടി രൂപ. കട്ടപ്പന തേനി തുരങ്കപാതയ്ക്ക് പഠനത്തിന് 10 കോടി രൂപ. റോഡ് ഡിസൈൻ നിലവാരം 300 കോടി രൂപ. തലസ്ഥാന റോഡ് മാതൃകയിൽ നഗര റോഡ് വികസനത്തിന് അനുവിറ്റി പദ്ധതി 58 കോടി രൂപ. KSRTC ഡിപ്പോ വർക്ക് 40 കോടി രൂപ. ഉൾനാടൻ ജലഗതാഗതത്തിന് 70 കോടി രൂപ. IT നയത്തിന് പൈസ, IT നയമുണ്ടാക്കും. കൊച്ചിയിൽ കൾച്ചറൽ ഇൻക്യുബേഷൻ സെന്റർ തുടങ്ങും. ഫോണിന് 112.44 കോടി രൂപ. ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് 27 കോടി രൂപ. സ്റ്റാർട്ടപ്പ് മിഷന് 99 കോടി രൂപ. ഇങ്ങനെ പിന്നെ SIR-ൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെടുത്തി 10 കോടി രൂപ. പ്രവാസി വ്യവസായ പാർക്കിന് 20 കോടി രൂപ. വിഴിഞ്ഞത്തിന് 1000 കോടി രൂപ. അപ്പൊ കേട്ടാൽ എത്ര മനോഹരമാണെന്ന് നോക്കൂ. അതുപോലെ തന്നെ ഓരോ നാളികേര വികസന മേഖലയ്ക്ക് 50 കോടി രൂപ. കാരുണ്യ പദ്ധതി ഉൾപ്പെട്ട കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസിന് പദ്ധതി. കേരള പദ്ധതിക്ക് 100 കോടി രൂപ. പിന്നെ കുടുംബശ്രീ പദ്ധതിക്ക് 95 കോടി രൂപ. ശബരിമല മാസ്റ്റർ പ്ലാൻ വരുന്നു, അതിനൊരു 30 കോടി രൂപ. ക്ലീൻ പമ്പയ്ക്ക് 30 കോടി രൂപ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി തുടരുന്ന പദ്ധതിയാണ്. അതുപോലെ തന്നെ റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് 5 ദിവസം സൗജന്യ ചികിത്സ. അപ്പൊ ഇനിയിപ്പം നമുക്ക് ആവശ്യം പോലെ അപകടത്തിൽപ്പെടാം, 5 ദിവസം സൗജന്യമായ ചികിത്സ കിട്ടും. ഡൽഹിയിലാണെങ്കിൽ റോഡ് ആക്സിഡന്റിൽ സമ്പൂർണ്ണമായി സൗജന്യ ചികിത്സയാണ് ആം ആദ്മി പാർട്ടി അന്ന് അവിടെ കൊണ്ടുവന്നത്. ഇവിടെ പക്ഷേ ചികിത്സ 5 ദിവസത്തേക്കുള്ള ചികിത്സ. സർക്കാർ ആശുപത്രി തുടങ്ങി സ്വകാര്യ ചികിത്സയുണ്ട്. 15 കോടി അതിന് വകയിരുത്തിയിട്ടുണ്ട്. വിരമിച്ചവർക്കുള്ള ഇൻഷുറൻസ് പദ്ധതിയുണ്ട്. മെഡിസെപ്പ് 2.0 ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കുന്നു. അതുപോലെ തന്നെ ഹരിതകർമ്മസേനയ്ക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് കൊണ്ടുവരുന്നു. ക്യാൻസർ, ലെപ്രസി പോലുള്ള രോഗ ചികിത്സയൊക്കെ നടത്തുന്ന ആളുകൾക്ക് ഇൻഷുറൻസ് വരുന്നു. തൊഴിലുറപ്പ് പദ്ധതിക്ക് ഞങ്ങൾ സൂചിപ്പിച്ചു 1000 കോടി രൂപ. പിന്നെ അതുപോലെ തന്നെ വർക്ക് നിയർ ഹോം എന്നുള്ള പദ്ധതി വരുന്നു. വർക്ക് അറ്റ് ഹോം എന്ന് പറഞ്ഞ് വരുന്നു. ഇത് 200 കേന്ദ്രങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. സൗരോർജ്ജം സംഭരിച്ച് വിതരണം ചെയ്യാൻ പഞ്ചായത്തുകൾ പദ്ധതി നടപ്പിലാക്കും. ബ്ലൂ എക്കോണമിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 10 കോടി രൂപ. സ്ത്രീ തൊഴിലാളികൾക്ക് വിശ്രമിക്കുവാൻ ഹബ്ബുകൾ പണിയും. ചുരുക്കത്തിൽ സ്വപ്ന സുന്ദര സ്വർഗമാക്കും കേരളത്തെ. ഇനി എന്തു വേണം? ആനന്ദ ലബ്ധിക്ക് ഇനി എന്തു വേണം? ഓട്ടോ തൊഴിലാളികൾക്ക് പരിസ്ഥിതി സൗഹൃദ ഓട്ടോകൾ വാങ്ങാൻ 40,000 രൂപ കൊടുക്കും. അവരെ സ്റ്റാൻഡുകൾ സ്മാർട്ട് സ്റ്റാൻഡുകളാക്കും. കിഫ്ബിയിൽ 5212 കോടി രൂപ പരിപാടി. പിന്നെ RRTS അതിവേഗ പാതയെക്കുറിച്ച് പഠിക്കാൻ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 100 കോടി രൂപ. കേരളയിൽ ഇതുപോലെ വന്ന് കുറെ പൈസ തിന്ന് മുടിച്ചതാണ്. അതിൻ്റെ ഇടയിൽ കേന്ദ്രത്തിന്റെ റെയിൽ വരുന്നു. ഇവിടെ വീണ്ടും RRTC എന്നും പറഞ്ഞുകൊണ്ട് പുതിയ സാധനം വരുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് ഒരു സാധനം പോരെ എന്നുള്ളൊരു ചോദ്യം.
ഉണ്ട്. എന്തായാലും അതിന് 100 കോടി രൂപ വെച്ചിട്ടുണ്ട്. VS സെന്റർ തിരുവനന്തപുരത്ത് VS അച്യുതാനന്ദൻ സെന്റർ വരുന്നു. 20 കോടി രൂപയാണ് അതിനകത്ത് മാറ്റിവെച്ചിരിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ ദേശീയപാത നിർമ്മാണത്തിന് ചൈനയ്ക്ക് ശേഷം ആദ്യമായി അതിദാരിദ്ര്യ വിമുക്ത പരിപാടി വന്നു. അമേരിക്കയേക്കാൾ കുറഞ്ഞ ശിശുമരണ നിരക്ക്, ദേശീയപാത നിർമ്മാണത്തിൽ പുരോഗതി, KSRTC ശമ്പളം മുടങ്ങുന്നില്ല. എങ്ങനെ നോക്കിയാലും എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രം. ആഘോഷത്തിന്റെ സമ്മാനത്തിന്റെ പെരുമഴയാണ്. വയനാട് പുനരധിവാസ പാക്കേജിൽ അവസാനം വരെ വീട് വയ്ക്കുന്നു. മതമല്ല പ്രശ്നം, എരിയുന്ന വയറിലെ തീയാണ് പ്രശ്നം. അതുകൊണ്ട് എല്ലാവരുടെ വയറ്റിലും തീ കോരിയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. അങ്ങനെ ബഡ്ജറ്റ് പ്രസംഗം സംസ്ഥാന വിഭവത്തിന് 28% തദ്ദേശ സ്ഥാപനങ്ങൾ കൊടുക്കുന്നു. 40% കൊടുത്തിരുന്നത്, അത് 28%ആക്കി കുറഞ്ഞിട്ടുണ്ട്. ജനറൽ പർപ്പസ് ഫണ്ടായി 3236.76 കോടി രൂപ. അങ്ങനെ സ്ഥാപനങ്ങൾ ഓണററി തദ്ദേശ സ്ഥാപനങ്ങളിലെ ആളുകളുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഖരമാലിന്യ സംസ്കരണത്തിന് അധികമായി വിഹിതം കൊടുക്കുന്നു. പിന്നെ കേന്ദ്രത്തിനെതിരായി ശക്തമായ പ്രതിഷേധം പറയുന്നുണ്ട്. DA കൊടുക്കുമെന്ന് പറയുന്നു, അത് പരിഹരിക്കുമെന്ന് പറയുന്നു. സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരം കടന്നെടുക്കുന്ന പരിപാടിയുണ്ട്. അതുപോലെ കണക്ട് ടു വർക്കിന് 400 കോടി രൂപയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കേന്ദ്ര അവഗണനയിൽ നമ്മളിത് അവിടെ പിടിച്ച് DA കുടിശ്ശിക പരിഹരിക്കാനുള്ള നടപടിയാവും. പക്ഷേ പരിഹരിക്കാൻ നടപടി എന്ന് പറയുമ്പോൾ കൊടുക്കുമോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നില്ല. ആശാ വർക്കേഴ്സിന് 1000, അംഗനവാടി ടീച്ചറിന് 1000, വർക്കർക്ക് 500. അതെല്ലാം നക്കാപ്പിച്ച പരിപാടികളാണ്. വീണ്ടും തുടരുന്നുണ്ട്. പിന്നെ അവർക്ക് ആശ്വസിക്കാം, വേണമെങ്കിൽ ക്ഷേമ പെൻഷൻ ഘട്ടം ഘട്ടമായി ഉയർത്തി അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് 14,500 കോടി രൂപ ക്ഷേമ പെൻഷന് വകയിരുത്തിയിട്ടുണ്ട്. അത് പക്ഷെ 2,500 ആക്കിയിട്ടില്ല. എന്തായാലും വളരെ വിപുലമായ പരിപാടികളാണ് ഇലക്ഷന്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നമ്മുടെ ബാലഗോപാൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇതിൽ വന്നിരിക്കുന്നത്. ഓരോന്നെടുത്ത് നോക്കുമ്പോഴും പുതിയ ചിന്തകളും പുതിയ പരിപാടികളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ അർത്ഥത്തിലും ഓരോ കാര്യത്തിലും പുതിയ ബഡ്ജറ്റ് പുതിയ ഐറ്റങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതുവരെയും പ്രഖ്യാപനം തീർന്നിട്ടില്ല. നമ്മൾ പറഞ്ഞ പോലെ ടൂറിസത്തിന്, ഹെൽത്തിന്, ഓരോ തൊഴിലില്ലായ്മയ്ക്ക്, ഓരോ മേഖലയ്ക്കും പൈസ കൊടുക്കുന്ന പുതിയ പരിപാടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജയിൽ നവീകരണത്തിന് വേണ്ടി പണം വെച്ചിട്ടുണ്ട്. 47 കോടി രൂപ വെച്ചിട്ടുണ്ട്. പിന്നോക്കക്ഷേമത്തിന് വേണ്ടി 200 കോടി രൂപ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 150 കോടി രൂപ സൗജന്യ യൂണിഫോം നേരത്തെ പറഞ്ഞു. അതുപോലെ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ ഫീസ് സൗജന്യമാക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിനായിരുന്നു സൗജന്യമായിട്ടുണ്ടായിരുന്നത്, അത് നോക്കുന്നു. അത് കോളേജ് വിദ്യാഭ്യാസത്തിന് സൗജന്യമാക്കുന്നു. അങ്ങനെ പിന്നെ ക്ലബ്ബുകൾക്ക്, തിരഞ്ഞെടുക്കപ്പെടുന്ന ക്ലബ്ബുകൾക്ക് 10,000 രൂപ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ തുടങ്ങിയാൽ ആബാലവൃത്ത KSRTCയിൽ കൃത്യമായി ശമ്പളം വരുന്നു. ആബാലവൃത്ത ജനങ്ങൾക്ക് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന ഒരു ബഡ്ജറ്റാണ് വന്നിരിക്കുന്നത്. ഇത് നടപ്പിലാകുമോ, എന്തൊക്കെ നടപ്പിലാകും, ഏതൊക്കെ വരും എന്ന് ഉള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് നോക്കാം. ബഡ്ജറ്റിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണുന്നതിനായി സുഭാഷിതം ചാനൽ വീണ്ടും കാണുക.